അടിപൊളി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കടാ. യെസ്, ഫിഫ്ത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 70 ആൻഡ് നയൻത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 50. ശരിക്കും ഇവിടെ പൊസിഷൻ കൂടുന്നതിനനുസരിച്ച് എന്താവുക ചെയ്യുന്നത്? നമ്മുടെ ടേം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതിനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ഒരു പൊസിഷൻ കൂട്ടുമ്പോൾ എത്രയാണ് ഇവിടെ കുറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? എങ്ങനെയാണ്? ബാപ്പച്ചി പറഞ്ഞു കേരടാ കോണി. യെസ്, 50 മൈനസ് 70 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 that is equal to minus 20 divided by 4 and the answer is minus 5. എന്തുകൊണ്ടാണ് -5 വന്നത്? 5 ഇങ്ങനെ കുറഞ്ഞു പോണേ കൊണ്ടാണ് മൈനസ്. നമ്മളോട് കോമൺ ഡിഫറൻസ് എത്ര നല്ല ചോദിച്ചത്, നമ്മളോട് എത്ര കുറയുന്നതെന്നാണ് ചോദിച്ചത്. കുറയുന്നത് എത്രയാടാ? 5 ആണ്. അവിടെ നെഗറ്റീവ് സിമ്പിൾ ഇടണം നിർബന്ധമല്ല. യെസ്, ഞാൻ ചോദിക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എവിടെയാണ് 0 ഒക്കർ ആവുക എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 4D കൂടിയ സമയത്ത് ഫിഫ്ത്ത് ടേമിനോട് 4 പ്രാവശ്യം 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂടിയപ്പോൾ 9th ടേമിലെത്തി. അപ്പോൾ ഇവിടെ 20 ആണ് കൂടിയത്. കുഴപ്പമില്ലല്ലോ, 20 ആണ് കുറഞ്ഞത്, കൂടിയതല്ല കുറഞ്ഞതാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി 4D കൂട്ടുകയാണ്. 13ാമത്തെ ടേമിലേക്ക് എത്തുമ്പോൾ വീണ്ടും 50ൽ നിന്നും 20 കുറയും, that is 30. വീണ്ടും ഞാൻ ഒരു 4D കൂട്ടുന്നു. 30നോട് 4 കൂട്ടുമ്പോൾ 17th ടേമിലെത്തി. 17th ടേമിലേക്ക് എത്തുമ്പോൾ ഒരു 20 കൂടി കുറയും. 30ൽ നിന്നും ഒരു 20 കൂടി കുറഞ്ഞാൽ 10 ആയി. ഇനി ഒരു 20 കൂടി കുറയാൻ ബാക്കിയില്ല. പക്ഷെ നമ്മൾ എത്ര കൂട്ടും? 4D കൂട്ടുന്നതിന് പകരം 2D കൂട്ടിയാൽ പോരെ? 2D കൂട്ടിയാൽ 19th ടേമിലെത്തി. 19th ടേമിൽ എത്തുമ്പോൾ 20 കുറയില്ല, 10 കുറയുള്ളൂ. 10 കുറയുമ്പോൾ 0 ആയി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 0 എവിടെ വരും? എത്രാമത്തെ പൊസിഷനിൽ വരടാ? 19th പൊസിഷനിൽ വരും. സെറ്റ് അല്ലേ?